ഷെഫീദ് റാവുത്തർ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. 24 ഒരു വാർത്തയുടെ ഇമ്പാക്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. പൊന്മുടിയിലെ വനം കൊള്ളയിൽ രണ്ടുപേർക്കെതിരെ വനംവകുപ്പ് നടപടി സ്വീകരിച്ചു എന്ന വാർത്തയുമായിട്ടാണ് ഷെഫീദ് ചേരുന്നത്. മണികണ്ഠൻ, കുമാർ എന്നീ രണ്ടുപേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മരമുറിക്ക് നേതൃത്വം നൽകിയ വനം സംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഷെഫീദ് റാവുത്തറുടെ സൂചന. കൂടുതൽ വിശദാംശങ്ങൾ തത്സമയം ഷെഫീദ് നൽകുന്നു. ഗുഡ് മോർണിംഗ് ഷെഫീദ് റാവുത്തർ, ഓവർ ടു യു ഫോർ ഫർദർ ന്യൂസ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ പൊന്മുടിയിലെ വനം കൊള്ളയെ സംബന്ധിച്ച വാർത്ത ഇന്നലെയാണ് 24 പുറത്തുവിടുന്നത്. അതായത് പൊന്മുടി രണ്ടാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്ന്, സംരക്ഷിത വനമേഖലയിൽ നിന്ന് 250-ലധികം ചെറുമരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ടു പേർക്കെതിരെ ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. പൊന്മുടി സ്വദേശികളായിട്ടുള്ള മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. രണ്ടുപേരും പൊന്മുടി സ്വദേശികളാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം നമ്മൾ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്, വനസംരക്ഷണ സമിതിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ മരമുറിക്ക് ചുക്കാൻ പിടിച്ചത് എന്നുള്ള വിവരം കൂടി നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മരമുറി തടയാനെത്തിയ വനംവകുപ്പ് ജീവനക്കാരുമായി ഇയാൾ തർക്കമുണ്ടാക്കിയിരുന്നു. വനംവകുപ്പ് ജീവനക്കാർ മൊഴി നൽകിയിട്ടും പ്രമുഖനെ ഒഴിവാക്കിയെന്ന ഈ ജീവനക്കാർക്കിടയിൽ തന്നെ ഒരാക്ഷേപം ഇപ്പോൾ ഉയരുന്നുമുണ്ട്. അതേസമയം വനംവകുപ്പിന്റെ പരിശോധന ഇപ്പോൾ ഇന്ന് 3-ാം ദിവസം തുടരുകയാണ്. ഉൾവനങ്ങളിലേക്ക് അടക്കം കടന്ന സംരക്ഷിത വനമേഖലയിൽ നിന്ന് ഏതൊക്കെ മരങ്ങൾ വെട്ടി അതിന്റെ കൃത്യമായ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. ഈ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നാണ് മരമുറി നടന്നതെന്നും ഇപ്പോൾ വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് RFO അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. SKN. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ.